പഠിച്ചോനെ നിങ്ങള് കാത്തോളി. Please help me find Molly. തലേ ദിവസം തന്നെ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു സൂര്യോദയം കാണണമെന്ന്. അപ്പോൾ കൂടെ ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന ഒരു മലമുകളിൽ പോയിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ, കാരണം എപ്പോഴും പോകുന്ന പല മലകളും ഉണ്ട്, അതല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു സ്ഥലം പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനും സ്ഥലത്ത് ഇതുവരെ വന്നിട്ടുണ്ടോ, കറക്റ്റ് റൂട്ടൊന്നും അവനും മറന്നു എന്നാണ് പറഞ്ഞത്. പണ്ടെപ്പോഴും വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് രാവിലെ ആകുമ്പം വിളിക്കാമെന്ന് പറഞ്ഞു. രാവിലെ ഒരു 4 മണിക്ക് എണീറ്റ് വിളിച്ചപ്പോഴേ അവൻ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ കുറച്ച് നേരത്തെ ആയിപ്പോയി. വന്ന വഴിയൊക്കെ ഫുള്ള് ഇരുട്ടായിരുന്നു. അപ്പോൾ വന്ന വഴികളൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, കാരണം നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. നമ്മളിത് ഇപ്പോൾ അതുവഴി നടന്ന് കുറച്ച് കാട് പോലുള്ള സൈഡ് കൂടി നടന്ന് ഇതൊക്കെ കയറി ഇവിടെ നോക്കുമ്പോൾ ഒരു കോളേജൊക്കെ കാണാം. ഇതാ ഇമ്മാനുവൽ ആ ഒരു കോളേജാണ്, ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു കോളേജാണ്. അപ്പോൾ നമ്മളിന്ന് പോയിരിക്കുന്ന ഈ മലയുടെ പേരാണ് നെല്ലിക്കാമല എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് വ്യൂ പോയിൻ്റ് പോലത്തെ ഇതാണ് ഒരു സ്ഥലമാണ് ഇത് മെയിൻ വ്യൂ പോയിൻ്റ് അല്ല. ഇനിയും ഇതുപോലുള്ള ഒരു 2-3 ചെറിയ വ്യൂ പോയിൻറ്റും ഒരു മെയിനായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ഫ്രണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ ഇമ്മാനുവൽ കോളേജ്. അങ്ങനെ നേരെ ഏകദേശം വെളുത്ത് തുടങ്ങി നമ്മൾ നടന്ന് അത്യാവശ്യം കുറച്ച് ദൂരം തന്നെ വീണ്ടും വണ്ടി വെച്ചിട്ട് വീണ്ടും നടക്കാറുണ്ട്. നടന്ന് ഇവിടെ എത്തിയപ്പോൾ കണ്ടൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതാണ് നമ്മൾ ആ ഒരു മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ നിന്ന് ഫുള്ള് ഒരു രക്ഷയില്ല. ഇന്ന് മഴയുടെ ആ ഒരു സാധ്യതയൊന്നുമില്ല, പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. വഴിയിലൊന്നും ആരെയും കണ്ടിട്ടില്ല. ഇവിടെയും ആരെങ്കിലും കാണുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ആരെയും കണ്ടില്ല. നമ്മളായിരുന്നു ആദ്യം എത്തിയത്. അപ്പം ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് ആ ഒരു സൂര്യോദയം കാണുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ഈ നല്ല കാറ്റുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. ഇതാണ് ഈ ചുറ്റുമുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇനി കുറച്ച് നേരം ഇരുന്ന് ആ ഒരു സൂര്യോദയമൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങി നേരെ വീട്ടിൽ പോകുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ സൂര്യൻ ഉദിച്ച് വന്ന് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. നല്ല കാറ്റത്ത് ഇങ്ങനെ വേറെ ആരും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു. എന്തായാലും അധികം ആരും എത്തിപ്പെടാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അതും ഒരു പ്രത്യേകതയായിരുന്നു. അവിടെ ഒരു കുരിശ് ഇതൊക്കെ സംഭവമൊക്കെ കണ്ടു. അപ്പോൾ അവിടെ എന്തെങ്കിലും മെഴുകുതിരി വെച്ചതിൻ്റെയൊക്കെ പാടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ആൾക്കാർ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. എന്നാലും നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നെല്ലിക്കാമല എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ മാപ്പിലടിച്ചാൽ കറക്റ്റ് കിട്ടത്തില്ല. നെല്ലിക്കാമല CSI പള്ളി, അവിടെ നിന്ന് വീണ്ടും കുറച്ച് ദൂരം വരുമ്പോൾ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് വരാം. ആര്യനാട് നിന്നും കുറ്റിച്ചലിൽ നിന്ന് നമ്മൾ വെള്ളറട പോകുന്ന ആ ഒരു റൂട്ടാണ്. വെള്ളറട നമ്മൾ എത്തേണ്ട അതിന് മുമ്പ് നമുക്ക് ലെഫ്റ്റ് ഇട്ട് ഒരു ടേൺ എടുത്ത് നമ്മൾ കയറേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ഒരു കാട് പോലത്തെ ഏരിയയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആ ഒരു രീതി തന്നെയാണ്. നമ്മളങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പോകുന്ന വഴിയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഫുള്ള് കാടും ആ ഒരു മുള്ളും, അധികം വഴിയായിട്ട് അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ നോക്കി നമ്മൾ ശ്രദ്ധിച്ച് നമ്മളെ റിസ്കിൽ വേണം നമ്മൾ പോവാൻ.
അത് അധികമാർക്കും ഈ ഒരു സ്ഥലം അറിയാത്തതുകൊണ്ടായിരിക്കും ഇവിടെ യാത്രക്കാർ വരാത്തത്. എന്തായാലും നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലമാണ്. നമ്മൾ ഇറങ്ങിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. കാരണം 4 മണിക്ക് വിളിച്ചപ്പോൾ ഉടനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് ഞാനും വിചാരിച്ചില്ല. എന്നെക്കാട്ടിയും പോകാൻ ഭയങ്കര ആഗ്രഹത്തോടെ വന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നേരത്തെ എത്തിയത്. എൻ്റെ വീട്ടിൽ നിന്ന് 1 hour ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സൂര്യ ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പേ നമ്മളെത്തി. അതുകൊണ്ടാണ് ഈ വന്ന വഴിയൊക്കെ കുറച്ച് ഓഫ് റോഡ് ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ബൈക്കിലൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതൊക്കെ നോക്കി നമ്മൾ വന്നാൽ മതി. വന്ന വഴിക്ക് അതൊന്നും വീഡിയോയിൽ ഫുള്ള് ഇരുട്ട് പോലെയായിരുന്നു. ലൈറ്റിൻ്റെ ഒരു ഇത് കുറവായിരുന്നു. അതുകൊണ്ടാണ് വന്ന വഴികളൊന്നും കാണിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ആ വന്ന വഴികളെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. പോകുന്ന വഴി തന്നെ അതായത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം തന്നെ നമുക്കൊരു 2-3 വ്യൂ പോയിൻ്റ് പോലത്തെ സംഭവമുണ്ട്. എന്നിട്ടാണ് നമ്മൾ മെയിൻ വ്യൂ പോയിൻ്റിലെത്തുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് മെയിൻ വ്യൂ പോയിൻ്റിലാണ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് നമുക്ക് ആ ഒരു 360 ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. അവിടെയാണ് ആ കുരിശും അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഞങ്ങളെന്തായാലും നേരത്തെ ഇറങ്ങിയത് വെറുതെ ആയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആ ഒരു ഇരുട്ടത്തെ ആ ഒരു ടവറിൻ്റെയൊക്കെ ലൈറ്റിങ്ങിനെയും ബിൽഡിങ്ങിലേക്ക് ആ ഒരു ലൈറ്റൊക്കെ കത്തിക്കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതുകൊണ്ട് നേരത്തെ വന്നത് എന്തായാലും വെറുതെ ആയില്ല. രാവിലെ നമ്മൾ ഇതുവഴി വേറെ ആരെയും കണ്ടില്ല. അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു വ്യൂ കിട്ടിയത്. കോടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സൂപ്പർ വ്യൂ കിട്ടുമായിരുന്നു. കോട ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് സൂര്യോദയം കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നമുക്കിന്ന് മെയിനായിട്ട് ആ ഒരു സൂര്യോദയം കാണണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചു. എന്നാലും ഇടയ്ക്ക് വെച്ച് മേഘം വന്ന് മറഞ്ഞായിരുന്നു. എന്നാലും ഒരു നല്ലൊരു വ്യൂ തന്നെ കിട്ടി. കറക്റ്റ് ആ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന ഫുള്ള് നമുക്ക് കാണാൻ സാധിച്ചു. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇത്രയും ദൂരം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. കാരണം തിരിച്ചു കടന്നിട്ട് എത്തുന്നില്ല. കുറേ നേരം കൊണ്ട് നടക്കുന്നു. കാട്ടിലൂടെ നടക്കുന്നത് പോലെ വഴിയൊക്കെ അറിയാമെന്നുള്ളത് പോലെ ആ ഒരു ധൈര്യത്തിൽ പോവുകയാണ് ഫ്രണ്ട്. അപ്പോൾ അവൻ്റെ ബാക്കിൽ നിന്ന് എനിക്ക് വഴി എന്തായാലും അറിയത്തില്ല. അവൻ്റെ ബാക്കിൽ നിന്ന് ഞാനും പോകുന്നുണ്ട്. അവന് വഴി തെറ്റിയാന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും അവൻ പറ്റി പിടിക്കുകയാണ് ഇതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ. ഞാനും അങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നിട്ടൊന്നും എത്തണില്ല. വണ്ടി വെച്ച സ്ഥലത്ത് എത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച്. കാരണം നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ ഇതുവരെ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവരാം, റോഡുണ്ട്. പക്ഷേ നമുക്ക് വരുന്നതിന് ഇവിടുന്ന് കുറച്ച് താഴെ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫ് റോഡ് പോലത്തെ ഒരു കയറ്റമുണ്ട്. അവിടെ എൻ്റെ വണ്ടി അവിടെ വെച്ച് നിന്ന് പോയായിരുന്നു. ചെയിന് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കയറിയില്ല. അല്ലായിരുന്നെങ്കിൽ അതും കൂടെ കയറി വരുമായിരുന്നു. നമുക്ക് ഇവിടെ വണ്ടി വയ്ക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ 2 വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നമ്മൾ ഇവിടെ നടന്ന് ഇത്രയും ദൂരം വന്നായിരുന്നു. റോഡൊക്കെ ഇതുപോലെയാണ്. ഇത് വെള്ളം വന്ന് മഴയത്ത് ഇങ്ങനെ ഒലിച്ചെടുത്തുകൊണ്ട് പോയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ള് വലിയ വലിയ കല്ലുകളാണ് ഇടയിലൊക്കെ കിടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നല്ല ഒരു കയറ്റമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു വഴിയെന്ന് പറഞ്ഞത്. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡൊക്കെ ഇത്രയും വെള്ളമുള്ളതായിട്ട് തോന്നിയില്ല. നേരെ അപ്പം കണ്ണ് കാണാത്തായിരുന്നു എന്ന് തോന്നി. ഫ്രണ്ടിൽ നിന്ന് അവൻ പോയി, അതിൻ്റെ പുറകെ ഞാനും പോയി. വണ്ടിയിൽ വെട്ടം കുറച്ച് കുറവുണ്ടായിരുന്നു. ഫുള്ള് ഇരുട്ട് മൂടി കിടന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ പഞ്ചർ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ താഴെ വരെ നമുക്ക് പോയാലേ പറ്റുള്ളൂ. പിന്നെ കൂടെ ഒരാളുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കണ്ട. അവൻ്റെ വണ്ടിയിലെങ്കിലും പോയി നമുക്ക് ടയറിളക്കിക്കൊണ്ടെങ്കിലും പോവാം. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾ അങ്ങനെയൊന്നും പേടിക്കണ്ട. നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ഫുള്ള് സേഫ്റ്റി ഒക്കെയാണ്. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പക്ഷേ വരുന്ന വഴി കുറച്ച് ഓഫ് റോഡും ഇതുപോലുള്ളൊക്കെ റോഡാണ്. ഇവിടെയൊക്കെ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ കല്ലും ഇതൊക്കെ ഇറങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കയറ്റമാണ്. അപ്പോൾ വരുന്നതൊക്കെ നമ്മുടെ സ്വന്തം റിസ്കിൽ അങ്ങനെ വരേണ്ടി വരും. പിന്നെ ഇവിടെ ഒന്നും അടുത്തൊന്നും ഒരാളെയും കണ്ടില്ല. ഇവിടെ താഴെ ഒരു വീടുണ്ടായിരുന്നു. നമ്മളൊരു പള്ളി കണ്ടായിരുന്നു, നെല്ലിക്കാമല CSI പള്ളി. അപ്പോൾ അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുകളിലോട്ട് ഇങ്ങോട്ട് വീടൊന്നുമില്ല. ഇവിടുന്ന് വീണ്ടും ഒരു വ്യൂ പോയിൻ്റ് എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിരുന്നു. ഇത് നെല്ലിക്കാമല വ്യൂ പോയിൻറ്റും വേറൊരു മലയുടെ ഒരു വ്യൂ പോയിൻ്റ് ഒന്നും എഴുതി വെച്ചിരുന്നു. നമ്മൾ അങ്ങോട്ടൊന്നും നോക്കിയില്ല. കാരണം ഇവിടെ താഴെ എത്തിയപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, നമ്മൾ വരുന്ന വഴി തന്നെയാണ്, അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു.
ജസ്റ്റ് ഇറങ്ങാനും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. നല്ല അത്യാവശ്യം നല്ല രസമുള്ള വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ റോഡിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകുന്നൊരു യാത്രയാണ്. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ വന്ന റൂട്ടിലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊന്നും കണ്ടില്ല, നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലും കൂടെ, അതായത് വാഴിച്ചിൽ വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് അവിടെ നമുക്ക് മുകളിലോട്ട് നടന്ന് കയറി മെയിൻ വെള്ളച്ചാട്ടത്തിൽ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്ന് കയറാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വഴിയുണ്ട്. നമ്മൾ ഇവിടെ താഴെ മാത്രമല്ല വെള്ളച്ചാട്ടം, മുകളിലോട്ട് വഴിയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ ഒരു 7-8 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ പോയിട്ട് കാപ്പിയും കുടിച്ചും കൊണ്ട് വീട്ടിൽ പോകാമെന്നായിരുന്നു പ്ലാന്. അങ്ങനെ നമ്മൾ വന്ന വഴി, അതായത് ആ ഒരു മെയിൻ റോഡ് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയാണ്. ഇതൊന്നും നമുക്ക് കാണിക്കാൻ ഫുള്ള് ഇരുട്ടായതുകൊണ്ടാണ്, കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് വന്നപ്പോൾ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുള്ളൂ. റോഡ് പണി കുറച്ച് മോശമാണ്. ഇങ്ങോട്ട് വെള്ളയുടെ പോകുന്ന കുറച്ച് ഭാഗത്തൊക്കെ റോഡ് പണി ഇതുവരെ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വരുന്ന വഴിയിലാണ് നമുക്ക് ആ ഒരു വാഴിച്ച വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മളിപ്പം വീണ്ടും തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ നിന്നാലേ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഉള്ളിലോട്ട് കുറച്ച് നടന്ന് കയറണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ആ ഒരു യാത്രയാണ്. ഇനി ആ ഒരു വെള്ളച്ചാട്ടം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഒരു ഫ്രഷ് മൈൻഡാണ്, നല്ലൊരു രസം തോന്നുന്നുണ്ട്. അവിടെ വന്ന് നമ്മൾ ഇരുന്നപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് പോസിറ്റീവായി. അങ്ങനെ നമ്മൾ എന്തായാലും അങ്ങോട്ടും കൂടെ വെള്ളച്ചാട്ടം കൂടെ പോയി കുറച്ച് വൈബ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് ചെറുക്ക നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ കാണിച്ചു, സൈൻ കാണിച്ചു വലത്തോട്ടാണെന്ന്. അപ്പോൾ ഇവിടെയാണ് വെള്ളച്ചാട്ടം. വന്നപ്പോൾ ഒന്നും ഞാൻ ശ്രദ്ധിച്ച പോലുമില്ല. എത്തി, ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമുക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ കണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇനി അങ്ങോട്ട് മുകളിലോട്ട് കയറിപ്പോകാൻ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വണ്ടി സൈഡാക്കി. എന്നിട്ട് നമ്മൾ അതുവഴി ആ ഒരു കടന്ന ഒരു വഴി നമ്മളിങ്ങനെ നടന്ന് കയറുകയാണ്. വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന ആ ഒരു വഴിയാണ്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് റബ്ബറിൻ്റെ പ്ലാന്റേഷനാണ്. അപ്പോൾ ഇവിടെയൊക്കെ വീടുകളുണ്ട് അടുത്തൊക്കെ. ഇവിടെ അങ്ങനെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. മഴ വരുമ്പോൾ മഴവെള്ള പാച്ചിൽ പോലെ വെള്ളം നിറയും. അങ്ങനെ പെട്ടെന്നൊന്നും വെള്ളം അങ്ങനെ വരത്തില്ല, അതുകൊണ്ടൊന്നും പേടിക്കേണ്ടതൊന്നുമില്ല. ഇതാണ് നമ്മൾ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു രസമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ നിന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോയി നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ സ്ഥലമുണ്ട്, അങ്ങോട്ട് നമുക്ക് നടന്ന് കയറാമെന്ന് പറഞ്ഞു. കാരണം ഇതിവിടെ സാധാരണ വരാറുണ്ട്, 2-3 തവണ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പാറയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴുക്കലുണ്ട്. അപ്പം പയ്യെയാണ് ഞാനിങ്ങനെ കയറുന്നത്, കാരണം വീഴാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളങ്ങോട്ട് ഇതുപോലെ കണ്ടവൻ്റെ വിളയിൽ കൂടെയൊക്കെ ഇതുപോലെ വലിഞ്ഞ് കയറി നമ്മളങ്ങോട്ട് പോവുകയാണ്. കൈ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ കൈയൊന്നും തന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് തങ്ങി ഇതുപോലെ കയറി അങ്ങ് പോവുകയാണ്. അങ്ങനെ വീണ്ടും ഷൂസാണ് ഇട്ടുകൊണ്ടുവന്ന ഷൂസൊക്കെ ഇട്ട് വീണ്ടും നമ്മൾ റോഡിൽ കൂടെ നടക്കുകയാണ്. ഇതൊക്കെ റബ്ബറാണ്, ഫുള്ള് റബ്ബറാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ആ ഒരു വെള്ളച്ചാട്ടം പോയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം. പോലെ എന്നിട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് വാഴിച്ചിലെന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ എത്തിയപ്പോൾ അവൻ ചോദിച്ചു നമുക്ക് പാറ മുകളിലൂടെ വലിഞ്ഞ് കയറി നമുക്ക് അങ്ങ് മുകളിൽ പോകണോ അല്ലാതെ നോർമലായിട്ട് പോയാൽ മതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് സാധാരണ എളുപ്പത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് അഡ്വഞ്ചറായിട്ട് പോകണമെന്നൊക്കെ അവൻ ചോദിച്ചായിരുന്നു. അവന് ചില സമയത്ത് ഇങ്ങനെയാണ്, വലിഞ്ഞ് കയറിയൊക്കെ പോകണമെന്ന് അവന് തോന്നും. പക്ഷെ ഞാൻ സാധാരണ വഴി കൂടെ പോകാൻ പറഞ്ഞു, എനിക്ക് വലിഞ്ഞ് കയറാനൊന്നും വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് നമ്മളെത്തി. അപ്പോൾ ഇവിടെ ഇതൊക്കെ കുളിക്കാൻ പറ്റിയ ഒരു സൗകര്യമാണ്. ഇവിടെയൊക്കെ കുളിക്കാം. ഇവിടെയൊന്നും ആഴമില്ലെന്നാണ് പറയുന്നത്. ഇവിടെയാണ് സാധാരണ നമ്മൾ എല്ലാവരും വന്നിട്ട് ഇവിടെയാണ് കുളിക്കുന്ന ആ ഒരു പ്ലേസ്, കാരണം ഇവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ വീണ്ടും നമ്മളിത് ഇവിടെ ഇത് ക്രോസ് ചെയ്ത് ഈ ഒരു ഭാഗം നമ്മൾ ക്രോസ് ചെയ്ത് വീണ്ടും അങ്ങോട്ട് പോകണം. അങ്ങനെ വീണ്ടും ഷൂസൊക്കെ ഊരി കയ്യിലെടുത്തു. എന്നിട്ട് വേണ്ട ഷൂസ് ഇട്ടുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂസ് ഇട്ടുകൊണ്ട് അവൻ്റെ കാലൊന്നും അങ്ങനെ നനയത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് നേരെ അപ്പുറത്ത് ക്രോസ് ചെയ്യണം. നമ്മൾ ക്രോസ് ചെയ്യണം. ഇപ്പോഴേ നമ്മൾ ആ ഷൂസൊക്കെ നനഞ്ഞിട്ടുണ്ട്. അവൻ ചവിട്ടിയെടുത്ത് എനിക്ക് ചവിട്ടാൻ സാധിച്ചില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വഴുക്കലുണ്ട്. അങ്ങനെ ഷൂസ് കഴുകണമെന്നുള്ള ആഗ്രഹം അവിടെ സാധിച്ചു. ഷൂസൊക്കെ കഴുകി വലിഞ്ഞ് കയറി. ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. കാട്ടിൽ ഇവിടെ ഒന്നും ആരെയും കണ്ടില്ല കേട്ടോ. ഇതുവരെ ആരെയും കണ്ടില്ല. നമ്മൾ രണ്ടുപേരും ഇതുവഴി പോകുന്നുണ്ട്. ഇതുവരെ ആരെയും കണ്ടില്ല. ഇതൊക്കെ റബ്ബറാണ്. ഈ സൈഡിലൊക്കെ റബ്ബറാണ്. ഇതുവഴി വീണ്ടും പോകുന്നു. എങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് ഒരു പരിചയമില്ല. അവന് ഫുൾ അറിയാമെന്നുള്ള രീതിയിലാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ കുഴിയുണ്ട്, ഇവിടെ കുഴിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവൻ കാല് വയ്ക്കുന്ന അവിടെ തന്നെ ഇവിടെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കാല് വയ്ക്കുകയാണ്. വച്ചെടുത്ത് ഒന്ന് മാറിപ്പോയി. ചെറുതായിട്ടൊന്ന് അരവരേൻ്റെ നനഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് കുഴിയിലായിപ്പോയി കാല് വെച്ചത്. അങ്ങനെ വീണ്ടും നടന്ന് കയറി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. നിക്കറിട്ടോണ്ടോ മതിയായിരുന്നു. ഇപ്പം ചെറിയൊരു രീതിയിൽ മഴക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പെയ്യോന്നൊന്നും അറിയത്തില്ല. ചെറിയ രീതിയിൽ മഴക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാറയുടെ പുറത്തൊക്കെ വലിഞ്ഞ് കയറി ആ ഒരു ടോപ്പിലെത്താനുള്ള അവിടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനുള്ള ഒരു വഴിയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴേ തന്നെ നമുക്ക് നല്ല രീതിയിൽ സൗണ്ടൊക്കെ കേൾക്കാം. എത്താറായാടേ സൗണ്ട് അവിടെ നിന്നിട്ട് ഇറങ്ങിയപ്പോന്നിട്ട് കേൾക്കാൻ തുടങ്ങിയതാ. എടാ മോനെ, നമ്മളങ്ങനെ ആ ഒരു ഫൈനൽ ആ ഒരു സ്ഥലത്തെത്തിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കാണാം. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ല. വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. നല്ല തണുപ്പുമാണ്. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. പക്ഷേ ഇവിടുത്തെ പാറയിലൊക്കെ നല്ല വഴുക്കലുണ്ട്. ആ വഴുക്കലെന്ന് പറഞ്ഞുള്ളൂ. ആ അടക്കം മുട്ടി ഒന്ന് ഇടക്കിയായിരുന്നു. ഇതുപോലെ തെന്നുമെന്നാണ് പുള്ളി പറഞ്ഞത്. വീണ്ടും വീഴുമെന്ന് തോന്നുന്നു. അവന് കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തല്ലിയെന്നേ ഉള്ളൂ. നാളെ അറിയാം അതിൻ്റെ ഇതൊക്കെ റിസൾട്ടൊക്കെ. ഇവിടെ വന്നത് ഇങ്ങനെ ഇവിടെ ഈ ഒരു പാറപ്പുറത്ത് കയറി ഇങ്ങനെ നിൽക്കണം. ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. അങ്ങനെ കുറച്ച് നേരം നല്ല വഴുക്കലുണ്ട്. ഒന്ന് പാറ മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നമുക്ക് വലിഞ്ഞ് കയറാമെന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഇപ്പം പറ്റത്തില്ല. ഇപ്പം നല്ല വഴുക്കലാണ്. വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ മുകളിൽ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ താഴെ കുറേ നേരം ഇരുന്ന് വെള്ളത്തിലേക്ക് കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇതിവിടെ താഴെയുള്ള ആ ഒരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ആ ഒരു ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.